പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സുപരിചിതമായ അനവധി സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് വീണ്ടും നമ്മൾ ഈ പ്രഭാതത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വചനം കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ദൈവിക സന്തോഷം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ഭാരപ്പെട്ട ഒരു അനുഭവമാണ്. എല്ലാവർക്കും ഒന്നും കാത്തിരിക്കുവാൻ ക്ഷമയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. ക്ഷമയോടെ കാത്തിരിക്കുന്നവരാണ് ആ കാത്തിരിക്കുന്ന വിഷയത്തിന് മറുപടി കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചാലുടൻ അത് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നില്ല. ആ കുട്ടി പല ഘട്ടങ്ങളിലായിട്ട് വളർന്ന് ആണ് ആ കുഞ്ഞ് അതിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന നിലയിൽ നല്ലൊരു ജോലിയൊക്കെ വാങ്ങി മാതാപിതാക്കൾക്ക് മക്കളെ കണ്ട് ആശ്വസിക്കത്തക്ക നിലയിൽ അനുഭവം വരണമെങ്കിൽ ഹല്ലേലൂയ ഒരു കാത്തിരിപ്പുണ്ട് മക്കളുടെ വളർച്ചയ്ക്ക്. അങ്ങനെ മക്കൾ വളർന്ന് നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ മാതാപിതാക്കൾ കാത്തിരുന്നതിന് ലജ്ജിച്ചു പോകാത്ത വിധത്തിൽ ദൈവമായിരിക്കും. നമ്മളൊക്കെ കണ്ടു വളരുന്നവരത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കാത്തിരിപ്പിനൊടി വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഒരു കൃഷിക്കാരൻ തന്നെ ഹല്ലേലൂയ തന്റെ പറമ്പിൽ അല്ലെ തന്റെ ഭൂമിയിൽ പ്രൈസ് ദി ലോർഡ് ഒരു വിത്ത് വിതച്ചാൽ പിറ്റേ ദിവസം അതിന് ഫലമെടുക്കാൻ കഴിയത്തില്ല. അത് ഫലമെടുക്കണമെങ്കിൽ ആ വിതച്ച അല്ലെങ്കിൽ ആ കുഴിച്ചിട്ട ആ വിത്തിന് വെള്ളം ഒഴിച്ച് അത് കിളിർത്തു വരുന്നത് നോക്കി പുഴുവരിക്കാതെ വണ്ട് അരിച്ചു കളയാതെ അതിന് സമയാസമയങ്ങളിൽ വെള്ളവും വളവും ഒക്കെ ഇട്ടുകൊടുത്ത് തണൽ വേണ്ട സമയത്ത് തണലും ഒക്കെ കൊടുത്ത് അതിനെ കാത്തു പരിപാലിച്ച് സംരക്ഷിച്ച് അതതിന്റെ വളർച്ച പൂർണ്ണതയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അതിൽ നല്ല ഫലം കിട്ടുന്നത്. അപ്പം കൃഷിക്കാരനും കാത്തിരിക്കുന്നു. ഒരു മാതാപിതാക്കൾ തന്റെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്നു. തുടർന്നുള്ള ഉപരിപഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ അവരും അവരുടെ പഠനത്തിന്റെ റിസൾട്ടിന് വേണ്ടി ജോലിക്ക് അപേക്ഷിച്ചവർ നല്ലൊരു ജോലിക്കായി നല്ലൊരു നിയമനത്തിനായി കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ വളരെ വില കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോഴും. ഹല്ലേലൂയ. എല്ലാം ഉടനടി വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പുരാൻ തരണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില വിഷയങ്ങൾക്ക് ഉടനടി മറുപടി കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മൾ ക്ഷമയോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ആ കാത്തിരിപ്പിലൂടെ സന്തോഷിക്കാൻ കഴിയുന്നത്. അപ്പം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രവാചകൻ പറയുന്ന വാക്ക് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്ന ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവി, നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ദൂതാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ ഒരുപാട് വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ലജ്ജിച്ചു പോകയില്ലെന്ന് പറയുക. ഇപ്പൊ ഇവിടെ കാത്തിരിക്കുന്നവർക്ക് 2 അനുഗ്രഹങ്ങളെ ദൈവം നൽകിയ. കാത്തിരിക്കുന്നവർക്ക് 2 അനുഗ്രഹങ്ങളെ ദൈവം തരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് അതിൽ 1ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ചിറകടിച്ച് കയറും. ഈ 2 അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽ ആരെങ്കിലും ഏതെങ്കിലും കാരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ ദൈവം തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന് കാത്തിരിക്കുക എന്ന പദത്തിന് ഗ്രീക്ക് ബൈബിളിൽ ഗാവ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗാവ എന്നതിന് പരസ്പരം ചേർന്നിരിക്കൽ എന്നാകുന്നു അർത്ഥം. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക. ഗാവ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കാത്തിരിക്കുക എന്നുള്ള അർത്ഥമുള്ള ഈ പദം. അതിന് ചേർന്നിരിക്കുക, പരസ്പരം ചേർന്നിരിക്കുക. സാധാരണയായി നമുക്കറിയാം, ഹല്ലേലൂയ, നാം വൃക്ഷങ്ങള് നട്ടു വളർത്തുന്നവരാണ്, ചെടികൾ നട്ടു വളർത്തുന്നവരാണ്. ചില ചെടികളൊക്കെ തൈകളായിട്ട് വളരും, ചില ചെടികളൊക്കെ വള്ളികളായിട്ട് ആണ് വളരുന്നത്. അപ്പൊ നമ്മളൊരു മരത്തിനോട് ചേർത്ത് ഹല്ലേലൂയ ഒരു പടരുന്ന അല്ലെങ്കിൽ മരത്തോട് ചേർന്ന് ചുറ്റി വളരുന്ന വള്ളിച്ചെടി കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ആ ചെടി വളർന്ന് ആ മരത്തെ ചുറ്റി 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 കയറുന്ന കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ആ മരത്തിൽ ആ ചെടി ചുറ്റി ചുറ്റി വളർന്ന് അത് വളർന്ന് എന്ത് ചെയ്യും, ആ മരം തന്നെ നല്ല ഭംഗിയുള്ള വിധത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം ചെടികൾ പൂത്ത് പുഷ്പം വിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ ചെടിയും മരവും കൂടെ പരസ്പരം പറ്റിച്ചേർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ചെടിയും മരവും കൂടെ പരസ്പരം പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് ഈ ചെടിക്ക് വളർന്ന് കയറാൻ, അത് വളർന്നു കയറി സമയത്ത് അത് പുഷ്പം തരാൻ, അത് പൂക്കുവാൻ അതിന് വലിയ സാഹചര്യമായി എന്ന് പറഞ്ഞ പോലാണ് പ്രിയരെ നമ്മൾ യേശുവിനോട് പറ്റിയിരിക്കുമ്പോൾ. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ 91 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. ഈ വൃക്ഷത്തോട് ഈ ചെടി പറ്റിയിരിക്കുന്നത് പോലെ നമ്മളും കർത്താവായ യേശുക്രിസ്തുവോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. രക്തം ചെയ്യും, ഞാൻ പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ, ഞാൻ ഉപവസിച്ചിട്ടും മറുപടി ഇല്ലല്ലോ, ഞാൻ ഈ കണ്ട കാലം മുഴുവൻ ദൈവത്തിൽ ഇരുന്നിട്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ എന്നൊന്ന് ഓർത്ത് നിങ്ങൾ നിരാശിതരായി മാറാതെ നിങ്ങൾ പറയണം, ഞാൻ കാത്തിരിക്കുന്നവളാണ്. എന്റെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ലജ്ജിച്ചു പോകാതെ എന്റെ തല ഉയർത്തുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ പറയണം. പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവിന് സന്തോഷമാണ്. അതെ, കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകാതെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ജീവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞു പോലും ഇല്ല. എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയരണമെങ്കിൽ, ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വളർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കർത്താവിനോട് ചേർന്ന് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മക്കളെ, യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ, ഹല്ലേലൂയ, യോഹന്നാൻ യേശുവിന്റെ മാറോട് പറ്റിയിരുന്നു എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് പറഞ്ഞു, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറോട് പറ്റിയിരിക്കുകയാണെങ്കിൽ അവൻ നമ്മളെ അനാഥരായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിനെ വായിക്കുമ്പോൾ യോഹന്നാൻ തന്നെ വിടും, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ലെന്ന് യേശു പറഞ്ഞ വാക്കിനെ, വചനത്തെ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതെ, യോഹന്നാന് മനസ്സിലായി, യേശുവിനോട് ചേർന്ന് പറ്റിയിരുന്നാൽ അനാഥരായി വിടാത്തൊരു കർത്താവുണ്ടെന്ന് യോഹന്നാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് പത്മോസിന്റെ ഏകാന്തതയിലും മരണം തന്റെ മുമ്പിൽ വന്നപ്പോഴും, ഹല്ലേലൂയ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴും സങ്കടങ്ങളും നിരാശകളും ദുഃഖങ്ങൾ കൊണ്ട് യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ വളരെ വിഷമിച്ച അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ യോഹന്നാൻ യഹോവയ്ക്ക് വേണ്ടി, കർത്താവായ യേശുവിന് വേണ്ടി കാത്തിരുന്നു.
ആ കാത്തിരിപ്പിന് മറുപടി ഉണ്ടായി. ഹല്ലേലൂയ. ആ കാത്തിരിപ്പിനൊടുവിൽ കർത്താവ് യോഹന്നാനോട് സംസാരിച്ചു, ഇവിടെ കയറി വരിക, ഹല്ലേലൂയ, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 4:1 വായിക്കുന്നുണ്ട്. അപ്പം പത്മോസിന്റെ ഏകാന്തതയിൽ മരണനിഴലിൻ താഴ്വരയിലാണ്, ഒരു മരണത്തിന്റെ അനുഭവത്തിലാണ് യോഹന്നാൻ ആയിരിക്കുന്നതെങ്കിലും അവിടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ യോഹന്നാൻ ദൈവശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കാത്തിരിക്കാൻ തയ്യാറായാൽ ലജ്ജിച്ചു പോകാതെ യോഹന്നാന് ദൈവം ചില വെളിപ്പാട് കൊടുത്തതുപോലെ ദൈവം നിനക്കും ചില വെളിപ്പാടുകൾ തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവത്തിൽ ചില വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ ആഗ്രഹത്തോടെ നമ്മൾ കാത്തിരിക്കണം. ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ശുശ്രൂഷ ചെയ്യുന്നവരോടുള്ള ബന്ധത്തിൽ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ കാത്തിരുന്നെങ്കിൽ മാത്രമേ ദൈവം നിങ്ങളെ കൃപയിൽ നിറയ്ക്കത്തുള്ളൂ, അഭിഷേകത്തിൽ നിറയ്ക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എല്ലാത്തിനും ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ജീവിതത്തിൽ ഒന്നിലും നിരാശപ്പെട്ടു പോകാതെ, സ്തോത്രം, ആമേൻ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, അപ്പൊ കാത്തിരിപ്പ് എന്ന പദം ഗ്രീക്കിൽ ഗാവ എന്ന ആ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന് ചേർന്നിരിക്കൽ എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും കർത്താവിനോട് ചേർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും എന്താ? ദൈവത്തോട് ചേർന്നായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ചേർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ആസാഫ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ആസാഫിന്റെ ആ സങ്കീർത്തനമൊക്കെ വായിച്ച് സന്തോഷിക്കാറുണ്ട്. ആസാഫ് പറയുന്ന പോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്നാണ്. 73 സങ്കീർത്തനം തോന്നുന്ന വായിക്കുന്നത് കാണാം. 73 സംഘം ലാസ്റ്റ് വരുമ്പോൾ കാണുന്നുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടം. എന്നൊരു ആസാഫിന്റെ ജീവിതത്തിലും ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ തന്റെ ആത്മാവും പ്രാണനും ശരീരവും ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ആസാഫിനെ ദൈവം സംഗീത ശുശ്രൂഷ ശക്തനാക്കി മാറ്റി. ആസാഫ് നല്ലൊരു ദർശകനായിരുന്നു, നല്ലൊരു പ്രവാചകനായിരുന്നു, ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശക്തമായി നേതൃത്വം കൊടുത്തു. അതുകൊണ്ട് പിന്നത്തേതിൽ തന്റെ തലമുറകൾ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുവെന്ന് നമ്മൾ ആസാഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതെ, ആരെല്ലാം ദൈവസനി ചേർന്നിരിക്കുന്നോ, കാത്തിരിക്കുന്നോ, അവർ ഒരിക്കലും ലജ്ജിതരായി മാറാതെ ആമേൻ ദൈവസനി ചേർന്നിരുന്ന ആത്മാവും പ്രാണനും ശരീരവുമായി നമ്മൾ ദൈവത്തോട് ഒട്ടിയിരിക്കുമ്പോൾ, പറ്റിച്ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരു നല്ല യേശുവുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവാത്മാവോട് പറയുന്ന ശക്തമായി തോത്, നീ ഒരിക്കലും ഒരു കാര്യത്തിൽ ലജ്ജിതരായി മാറരുത്. നിങ്ങൾ ഒരു കാര്യത്തിലും പിറുപിറുപ്പുള്ളവരായി മാറരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസം വരരുത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ തികഞ്ഞവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കാൻ കഴിയാതെ വരുന്നത്, അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം വളരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവിശ്വാസമുള്ള ഹൃദയങ്ങൾക്ക് ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. രക്തം ചെയ്യും. വിശ്വാസമുള്ളവർക്കാണ് ദൈവപ്രവൃത്തി കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് തളർന്നു പോകും, നിങ്ങൾ ക്ഷീണിച്ചു പോകും എന്ന് നിങ്ങൾ തോന്നുന്ന വേളകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി കിട്ടാതെ മനസ്സിനകത്ത് ഹൃദയം ചില മടുപ്പുളവാകുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അതിനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയണം, ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച വിഷയത്തിൽ ഞാൻ ലജ്ജിതനായി മാറത്തില്ല. എന്റെ ആത്മാവും പ്രാണനും ശരീരവും കൂടെ ഞാൻ ചേർന്ന് ദൈവത്തോട് ഇരുന്നത് കൊണ്ട്, ദൈവം എന്നോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും തളരാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായിരിക്കുന്ന യേശുവിനോട് ചേർന്നിരിക്കുവെന്ന് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വളരണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വാസം വളർത്തിയെടുക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് അനവധി നന്മയുടെ അനുഭവത്തെ തരാൻ ആഗ്രഹിക്കുക.
നിങ്ങൾ എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിനെല്ലാം ദൈവം മറുപടി തരാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. ഒരു ചെറിയ കുഞ്ഞ്, അല്ലേലിയ, ആ കുഞ്ഞിന്റെ ആഗ്രഹം മുഴുവൻ അതിന്റെ മാതാപിതാക്കൾ, അതിന്റെ അപ്പൻ സാധിച്ചു കൊടുക്കും. കുഞ്ഞിന്റെ ആ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ആഗ്രഹങ്ങളെല്ലാം ആ കുഞ്ഞ് അപ്പനോട് പറയും. ആ പിതാവ് എന്ത് ചെയ്യും? ആ മകന്റെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് പോലെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അല്ലേലിയ. നിങ്ങളെല്ലാം കർത്താവ് മക്കളായിട്ടാണ് കാണുന്നത്, ദൈവത്തിന്റെ മക്കൾ. അല്ലേലിയ. അപ്പൊ മക്കൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി തരാൻ, ആ കാര്യങ്ങൾക്കെല്ലാം ആമേലിയ പരിഹാരം നൽകാൻ നമ്മുടെ യേശു ആഗ്രഹിക്കുന്നു. അല്ലേലിയ. അപ്പൻ തന്റെ മക്കളോട് കരുണ കാണിക്കുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നുവെന്ന് നമ്മൾ സങ്കീർത്തനം 103 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അത് നീ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ലോകം പറയും നീ പരാജയപ്പെട്ടവളാണെന്ന്. ലോകം നിന്നെ നോക്കി പറയും നീ ഉയർച്ച പ്രാപിക്കത്തില്ല, നിനക്ക് നന്മയുണ്ടാകത്തില്ലെന്ന്. നിന്നെക്കുറിച്ച് പലരും പല കമന്റുകളും പറഞ്ഞേക്കാം. അല്ലേലിയ. പലരും നിന്റെ താഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പലരും നിന്റെ വീഴ്ചയെ നോക്കി ചിരിക്കുന്നവരായിരിക്കും. അവിടെ ഒന്നും നീ തളർന്നു പോകണ്ട. നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലേലിയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പരിശുദ്ധ വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട്. 1 ശമൂവേൽ 2:30. അത് നിന്നെ ദൈവം മാനിക്കും കേട്ടോ. അല്ലേലിയ. നിന്നെ ദൈവം മാനിക്കും. നിന്റെ തലമുറയെ ദൈവം മാനിക്കും. നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കും. നീ ഏത് വിഷയത്തിനാണോ ഭാരപ്പെട്ട് ഞെരുകിയിരിക്കുന്നത്, ആ വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലേലിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. നാം ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ, നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മൾ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ, നമ്മൾ ആ ദൈവത്തിന് ബലം നമ്മളിലേക്ക് പകരാൻ തുടങ്ങും. ദൈവത്തിൽ നിന്ന് ആത്മബലം, ദൈവശക്തി നമ്മളിലേക്ക് പകരാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ബലത്തിന്മേൽ ബലം പ്രാപിക്കാൻ തുടങ്ങും. അല്ലേലിയ. ബലത്തിന്മേൽ ബലം പ്രാപിക്കുക. അതുകൊണ്ടാണ് അല്ലേലിയ ആമേ സ്തോത്രം. അല്ലെങ്കിൽ കോരഹപുത്രന്മാർക്ക് ആമേ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് അല്ലേലിയ സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന അല്ലേലിയ കാണുന്നത്. ആമേൻ 84 സങ്കീർത്തനം അല്ലേലിയ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. അല്ലേലിയ. ഈ ബലം എവിടുന്നാണ് വരുന്നത്? ഈ ബലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അപ്പം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, അങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്ന് ദൈവവചനം പറയും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുവാനുള്ള ബലം, ദൈവത്തെ അനുസരിക്കുവാനുള്ള ബലം, ദൈവം നൽകുന്ന കഷ്ടതകൾ സഹിക്കുവാനുള്ള ബലം. അല്ലേലിയ. 3 കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒന്നുകൂടെ പറയാം. 1, ദൈവത്തെ വിശ്വസിക്കുവാനുള്ള ബലം. 2, അല്ലേലിയ ദൈവത്തെ അനുസരിക്കുവാനുള്ള ബലം. 3, ദൈവം നമുക്ക് നൽകുന്ന കഷ്ടതകൾ സഹിക്കുവാനുള്ള ബലം. ഇവയുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. അല്ലേലിയ. സ്വതം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ അതിനനുസരിച്ച് പോകണം. നിങ്ങൾ ഭാഗ്യവാനാണ്. അല്ലേലിയ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ദൈവത്തിന്റെ വഴികൾ ആകുന്ന സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴികളാണ് നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നതെങ്കിൽ നാം ധന്യരാണ് കേട്ടോ. പ്രൈസ് ദി. അപ്പം ദൈവത്തിന്റെ വഴികളാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ഇച്ഛകളാണ്, ദൈവത്തിന്റെ ആലോചനയുടെയുള്ള വഴികളാണ് നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്നതെങ്കിൽ, ആ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മളെല്ലാ സ്ഥലത്തും ധന്യരാണ്. പ്രൈസ് ദി. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളോട് ദൈവത്തിന് ശക്തമായിട്ട് ഇടപെടാനുള്ള ദൂതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വഴികളായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വഴികൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളപ്പോൾ ദൈവത്തിന്റെ ഉപദേശങ്ങളും പ്രമാണങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി നിറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ, പ്രമാണങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതവിടെ വേര് മുളയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വൃക്ഷം ഒരു അമേല ഉണ്ടാകണമെങ്കിൽ ആ കുഴിച്ചിടുന്ന വിത്ത് മുളച്ച് വേരാഴത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ
ആ ആഴത്തിലേക്ക് പോകുന്ന വേരുകൾ വലിച്ചെടുത്ത് കൊണ്ടുവരുന്ന വെള്ളമാണ് ഈ ചെടിക്ക് ആ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നത്. അങ്ങനെ ആ ചെടി വലിയ ചെടിയായി മാറി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിന്റെ വഴികളിലൂടെ, ദൈവത്തിന്റെ വഴിയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളതെങ്കിൽ ആ കർത്താവിന്റെ വചനവും പ്രമാണങ്ങളും ഉപദേശങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അല്ലയോ നിറഞ്ഞ് അല്ലേരി അതിന്റെ പ്രവൃത്തി കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അല്ലേലിയ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അല്ലേലിയ. സ്തോത്രം. ആമി സ്തോത്രം. അവർ അല്ലേലിയ ബലം പ്രാപിക്കും, ശക്തി പ്രാപിക്കും, തകർന്നു പോകുകയില്ല. കേട്ടോ, നീ ഒരിക്കലും തകരാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അടുത്ത വാക്യം വായി, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. അല്ലേലൂയ. മുൻവഴിയാൽ അത് അനുഗ്രഹപൂർണമായി മാറുന്നു. നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാൻ കഴിയുമോ? കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കും, മുൻവഴിയാൽ അനുഗ്രഹപൂർണമായി മാറും. അത് സ്നേഹിത, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ? കണ്ണുനീർ താഴ്വരയിലൂടെയാണോ? ഏതെങ്കിലും സാഹചര്യത്തിൽ മാനസികമായി തകർന്നിരിക്കുകയാണോ? മാറാത്ത രോഗങ്ങൾ, വ്യാധികൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, കുടുംബത്തിലെ കഷ്ടങ്ങൾ, ജീവിതത്തിലെ കഷ്ടതകൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, തലമുറയെക്കുറിച്ച് മാതാപിതാക്കളെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, അയൽവാസികളെ കൊണ്ട്, കൂട്ടു സഹോദരങ്ങളെ കൊണ്ട്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിധത്തിൽ കഷ്ടം സഹിക്കുന്നത് കണ്ണുനീർ താഴ്വരയിലൂടെയാണെങ്കിൽ അതിനെ മാറ്റി അല്ലേലിയ നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യാം. അല്ലേലിയ. എന്നിട്ട് കഥ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. അതെ, കാത്തിരിക്കുന്നവരെന്തിയും മേൽക്കുമേൽ ബലം പ്രാപിക്കും. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിലെത്തും. ഈ കാത്തിരിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ വില കൊടുക്കണം. കേട്ടോ, രക്തം ചെയ്യാം. നീ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ യേശു പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പൊ കണ്ണുനീർ താഴ്വര എന്നൊക്കെ പറഞ്ഞാൽ അല്ലേലൂയ, കണ്ണുനീർ താഴ്വര എന്ന മൂലഭാഷയിലും ഇംഗ്ലീഷിലും ബാഗ താഴ്വര എന്നാണ് കാണുന്നത്. ബാഗ എന്ന വാക്കിന് കണ്ണുനീർ എന്ന് തന്നെയാണ് അർത്ഥം. ബാഗ ഒരു വൃക്ഷമാണ്. അല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേലിന്റെ പുസ്തകം ആമേ സ്തോത്രം അല്ലേലൂയ 6:23 കാണുന്നുണ്ട്. എങ്കിലും ഇതൊരു ആശ്ചര്യമായ താഴ്വരയല്ല. മഴ പെയ്യുമ്പോൾ മരങ്ങൾ ഉന്മേഷം പ്രാപിക്കുന്നത് പോലെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചാണ് അനുഗ്രഹപൂർണമാകുമെന്ന് പറയുന്നത്. പ്രൈസലോട് അല്ലേലൂയ. ആമേ. ഇവിടെ ജലാശയം എന്ന് പറയുന്നത് ഉറവകളെ ഉദ്ദേശിച്ചാണ്. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കഷ്ടതകളും പീഡനങ്ങളും അനുഭവിക്കുന്ന ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവകളെ അല്ലേലൂയ രൂപവൽക്കരിക്കപ്പെടുമെന്നാണ്. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം കഷ്ടതകളും പീഡകളും അനുഭവിക്കുന്ന ദൈവജനത്തിന് അനുഗ്രഹത്തിന്റെ ഉറവകൾ പുറപ്പെടാൻ സമയമായി. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ കഷ്ടതയിലൂടെയാണോ കടന്നു പോകുന്നത്? പീഡനത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ജീവിതത്തിൽ ഒരുപാട് നിരാശയിലാണോ? അതെ, ദൈവം നിനക്ക് അനുഗ്രഹത്തിന്റെ ഉറവുകളെ തുറക്കാൻ സമയമായി. അതുകൊണ്ടാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻവഴിയാൽ അത് അനുഗ്രഹപൂർണമായി മാറുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അപ്പൊ നമുക്ക് ദൈവവചനത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിപ്പാൻ കഴിയണം. അല്ലേ? ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ പലരുടെയും മനസ്സിടിഞ്ഞു കിടക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ പലർക്കും വേദനകൾ, നൊമ്പരുണ്ട്. നാളെ എന്ത് ചെയ്യും? അല്ലേലിയ. എങ്ങനെ ജീവിക്കും? കുടുംബം എങ്ങനെ പോറ്റും? മക്കളെ എങ്ങനെ വളർത്തും? അവരുടെ പഠനം, അവരുടെ ഭാവി, മക്കളെ എങ്ങനെ കെട്ടിച്ചയക്കും? ഒരു നല്ല വീട് എങ്ങനെ വെക്കും? അല്ലേലിയ. ഒരു തുണ്ട് ഭൂമി എങ്ങനെ വാങ്ങും? കടം എങ്ങനെ തീരും? ലോൺ എങ്ങനെ അടയ്ക്കും? എങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ട്. ഡോക്ടറെ കാണാൻ പോകണം, ഹോസ്പിറ്റലിൽ പൈസ വേണം, എവിടുന്ന് കൊടുക്കും, ആര് സഹായിക്കും? അങ്ങനെയൊക്കെ ഓർത്ത് വളരെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുന്നത്, നീ കാത്തിരിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.
പ്രൈസ്. അപ്പൊ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതെ, അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ശിംശോൻ പാപനിമിത്തം തന്റെ ബലം നഷ്ടപ്പെടുത്തി. കണ്ടോ, ദൈവം കൊടുത്ത ഉന്നതമായൊരു ബലമായിരുന്നു ശിംശോൻ എന്ന് പറയുന്ന വ്യക്തിക്ക്. ഉന്നതമായ ബലമുണ്ടായിരുന്ന ശിംശോന്റെ ജീവിതത്തിൽ താൻ തന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നമുക്കറിയാം. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, 16-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 4 തൊട്ട് വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അതിന്റെ ശേഷം അവൻ സോരക്ക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ എന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തർ, ഹല്ലേലൂയ, 1100 വെള്ളിപ്പണം നിനക്ക് തരാം എന്ന് പറഞ്ഞു. കണ്ടോ, ശിംശോന് ദൈവം കൊടുത്ത ശക്തി എന്ന് പറഞ്ഞാൽ അത് ഉന്നതമായ ശക്തിയാണ്. അവനിൽ ദൈവം പകർന്ന ബലം അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ നാസീർവ്വതക്കാനായി ദൈവം തെരഞ്ഞെടുത്ത് ഉന്നതമായ ശക്തി നിറച്ചവനാണ്. പ്രൈസ്. പക്ഷെ അവന്റെ ജീവിതത്തിന്റെ പരാജയം, പാപം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവം ദൈവം അല്ലെങ്കിൽ വെറുക്കുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി, ദലീലയുടെ മടി. ദലീലയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഞാൻ വിശദീകരിക്കുന്നത്. അവളുടെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങിയതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ദൈവം കൊടുത്ത ബലം അവൾ ചോദിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, ഫിലിസ്തീനെ അറിയിച്ചു. ഫിലിസ്തീൻ വന്ന് എന്ത് ചെയ്തു? അവന്റെ തലയിലെ മുടി മുറിച്ച് അവന്റെ ബലം നഷ്ടപ്പെടുത്തി. പ്രൈസ്. അതിനെക്കുറിച്ച് വചനം പറയുന്നത്, ശിംശോൻ പാപനിമിത്തം തന്റെ ബലം നഷ്ടപ്പെടുത്തി. അവനെ പോലെ പരാക്രമശാലി ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ശിംശോനെ പോലെ ഒരു പരാക്രമശാലി ഇസ്രായേൽ ചരിത്രം ഉണ്ടായിട്ടില്ല. മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു, പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു, അഭിഷേകം ചെയ്യപ്പെട്ടു. അവന്റെ ശക്തിയെക്കുറിച്ച് ആ മഹാശക്തി എന്നാ പറഞ്ഞിരുന്നത്. അവന്റെ ഉള്ള ശക്തിയെക്കുറിച്ച് മഹാശക്തി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഫെലിസ്ത്യരെല്ലാവരും ഭയന്നു വിറച്ചു ഇവൻ മുഖാന്തരം. ശിംശോന്റെ മേലുള്ള മഹാശക്തി മുഖാന്തരം ഫിലിസ്ത്യരെല്ലാം ഭയന്നു വിറച്ചു. അവന്റെ മഹാശക്തി ഏതിൽ നിന്നാകുന്നു എന്ന് കണ്ടുപിടിക്കുവാനായി ഫിലിസ്തർ പരിശ്രമിച്ചു. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, ഈ വചനമൊക്കെ വായിക്കുന്നു. ദൈവം നിന്നിൽ പകർന്നിരിക്കുന്ന മഹാശക്തി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് നിന്നിൽ നിന്ന് തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ശിംശോൻ ദലീലയുടെ മടിയിൽ ചാരിയതുപോലെ സാത്താൻ നിന്നെ പലതിലും വീഴ്ത്താൻ ശ്രമിക്കും. പ്രൈസലോ. പിശാച് പലതും നിന്റെ കൺമുമ്പിൽ കൊണ്ട തന്ന് നിന്നെ വശീകരിച്ചിട്ട്, ഹല്ലേലൂയ, ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോയതുപോലെ നിന്നെ മയക്കും. ഹല്ലേലൂയ. ഒരിക്കലും നീ ഈ ലോകത്തിന്റെ പാപത്തിൽ വീഴരുത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന മഹാശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഫിലിസ്ത്യൻ, ഹല്ലേലൂയ, അല്ലെ, അവന്റെ ശക്തിയെ മനസ്സിലാക്കുക. എന്നാൽ അവൻ പാപം ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഒരു ദിവസം പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. അപ്പോൾ ശിംശോന് ബലം നഷ്ടപ്പെട്ടു. ഫിലിസ്ത്യർ വന്ന് ശിംശോനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, കണ്ണു കുത്തി പൊട്ടിച്ച് മാവ് പൊടിക്കുവാനായി ഏൽപ്പിച്ചു. കണ്ടോ, പാപം വന്ന് വരിക കഴിയുമ്പോൾ എന്ത് ചെയ്തു? ഫിലിസ്ത്യൻ വന്ന് പിടിച്ചു, ചങ്ങല കൊണ്ട് ബന്ധിച്ചു, കണ്ണു കുത്തി പൊട്ടിച്ചു, മാവ് പൊടിക്കാൻ വേണ്ടി കൊണ്ടിരുത്തി. ഒന്ന് ഓർത്തു നോക്കി, ദൈവം കൊടുത്ത മഹാശക്തി, അല്ലെങ്കിൽ ഉന്നതമായ ബലത്തെ ഒരു സ്ത്രീയുടെ മടിയിൽ തല വെച്ച് കിടക്കുവാൻ സമയം കിട്ടിയത് കൊണ്ട്, ഉറങ്ങുവാൻ സമയം കിട്ടിയത് കൊണ്ട്, അവന്റെ ശക്തി എവിടെയാണെന്ന് അവളുടെ വശീകരണത്തിൽ ശിംശോൻ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, 16-ാം അധ്യായം വായിച്ചാൽ മതി. അവർ മാനസാന്തരത്തിന്റെ അധ്യായമാകട്ടോ. ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ, ഒരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ മാനസാന്തരത്തിന്റെ അനുഭവത്തെ നൽകുന്ന ഒരധ്യായമാണ് ശിംശോനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം.
അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ചു തലയിലെ ജട ഏഴും കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫിലിസ്ത്യൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ അവൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയുമെന്ന് വിചാരിച്ചു. ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണുകുത്തി പൊടിച്ച് ഗസിയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ 16-ാം അധ്യായം 19 വായിച്ചേക്കണം. അത് എത്ര പരാജയമായി പോയവന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ശക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ശിംശോനെ പോലെ നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകും. ശിംശോനെ പോലെ നിന്റെ ജീവിതം തകർന്നു പോകും. ഒരിക്കലും ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നീ പോകാതെ യഹോവയെ കാത്തിരിക്കണം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ശക്തിയെ പുതുക്കിക്കൊണ്ട് ആമി സ്തോത്രം കഴുകന്മാരെ പോലെ ചിറകടിച്ചുയർന്ന് കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടണം. രക്തം ചെയ്യണം. ശിംശോന്റെ ജീവിതത്തിൽ വന്നതുപോലെയുള്ള പാപങ്ങൾക്ക് നീ വിധേയപ്പെട്ടു പോകാതെ, ശിംശോനെ പോലെ പാപസുഖങ്ങളിൽ വീഴാതെ, ഹല്ലേലൂയ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയണം. കർത്താവ് വാക്കിലേക്ക് നമ്മുടെ വിശുദ്ധിയ രക്തം ചെയ്യാം. പക്ഷെ ഈ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ, ആമിലലിയ, അവൻ ഹല്ലേലൂയ പിന്നെയും ദൈവസന്നിധിയില് അമ്മയ്ക്ക് ഈ മാവ് കാരാഗ്രഹത്തിൽ മാവ് കുഴച്ചുകൊണ്ടിരുന്ന സമയം ഒരുപക്ഷെ ശിംശോൻ പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 22 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങിയെന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, പിന്നെ അവൻ ദൈവത്തിൽ ഒരുപക്ഷെ പ്രാർത്ഥിച്ച് മടങ്ങി വന്ന് തെറ്റുകൾ തിരുത്തി കാണും. അവന്റെ മുടി വളർന്നു കൊണ്ടിരുന്നു എന്നവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പിന്നത്തേതിൽ അവന്റെ മരണത്തോടു കൂടി ഹല്ലേലൂയ അവൻ ഫിലിസ്ത്യരെ മുഴുവൻ തകർത്ത് കളഞ്ഞു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പാപം വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ബലം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നീ ദൈവസന്നിധി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ദൈവസന്നിധി കാത്തിരിക്കുന്നെങ്കിൽ ശക്തിയെ പുതുക്കി തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒരുപക്ഷെ മനുഷ്യനെന്നുള്ള നിലയ്ക്ക്, മനുഷ്യനെന്നുള്ള അവസ്ഥയിൽ ഹല്ലേലൂയ നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലം കുറഞ്ഞു, ശക്തി കുറഞ്ഞു, നമ്മുടെ അഭിഷേകത്തിനും കുറവുണ്ടായി തോന്നുന്നുണ്ടെങ്കിൽ നീ കാത്തിരിക്കാൻ തയ്യാറാണോ? കാത്തിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം നിന്നെ വീണ്ടും ശക്തമായിട്ട് ഉപയോഗിക്കും. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് വന്ന് ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ദൈവദാസനെ ഒരു സ്ത്രീ തന്റെ ഇച്ഛകളിലേക്ക് വശീകരിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയമോ നിമിത്തം ബാധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയ ശുശ്രൂഷയ്ക്ക്, ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ ആ ദൈവദാസന്റെ ഹൃദയത്തെ വശീകരിച്ചു. ആ സ്ത്രീയുടെ ഇച്ഛകൾ മുഖാന്തരം ആ ദൈവദാസൻ ആ പാപത്തിൽ വീണു. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ശക്തി നഷ്ടപ്പെട്ടു, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു. അദ്ദേഹം വിദേശത്ത് ചെന്ന ആ ശുശ്രൂഷയുടെ മഹത്വം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ഒടുവിൽ അദ്ദേഹം ഹല്ലേലൂയ ഒരു ചെറിയ റൂമിൽ താമസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത് 40 രാവും 40 പകലും അദ്ദേഹം ദൈവപാദത്തിൽ വീഴുന്ന് കരഞ്ഞു. കർത്താവ് അദ്ദേഹത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് വീണ്ടും ആ പുള്ളിക്ക് ശക്തിയെ നൽകുന്ന. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങൾ വിദേശത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോയാലും, ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിനകത്ത് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നാലും, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളെ വശീകരിക്കുന്ന ശക്തികൾ നിന്റെ നേരെ കടന്നു വരുമ്പോൾ, മോഹന വാഗ്ദാനങ്ങളുമായി പലരും നിന്റെ അരികിൽ വന്ന് നിന്നെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഓർത്തോണം, നിന്റെ മേലൊരു മഹാശക്തിയുണ്ട്, അത് നഷ്ടപ്പെടുമെന്ന്. അതെ, പാവം നിന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതെയും മടക്കി തരുമായിരിക്കും, മടക്കി കൊടുത്ത സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ മെനക്കെടണ്ടേ? അതിനുവേണ്ടി നമ്മൾ കഷ്ടം സഹിക്കണ്ടേ? നമ്മുടെ കണ്ണുനീര്, വേദന, ദുഃഖം മാറുമോ?
ലേരി അതെ, ദൈവം ഒരിക്കൽ നമ്മുടെ മേൽ പകരുന്ന അഭിഷേകത്തെ അതിനകത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കണം. രക്തം ചെയ്യും. അല്ലേരിയ. നമുക്കറിയാം സ്തോത്രം, അല്പദൂരം കയറിയതിനു ശേഷം ഒരു മരത്തിൽ നിന്നും വീഴുന്നുവെങ്കിൽ ചെറിയ പരിക്കേ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ മരത്തിൽ കയറുക, ചെറിയ ഉയരത്തിൽ കയറുമ്പോൾ ആ മരത്തിൽ വീണ ചെറിയ പരിക്കേ പറ്റുകയുള്ളൂ. എന്നാൽ ഉയരത്തിൽ നിന്നാണ് വീഴുന്നെങ്കിൽ മുറിവുകൾ ആഴമുള്ളതായിരിക്കും, എല്ലുകൾ ഒടിയാൻ തുടങ്ങും. അല്ലേരിയ. ചെറിയത് ആമി ഉയരത്തിൽ വീണ ചെറിയ പരിക്ക്, വലിയ ഉയരത്തിൽ വീഴുന്നെങ്കിൽ ആമി വലിയ പരിക്ക്, മുറിവുകൾ വലുതാകും, ശരീരത്തിന്റെ അസ്ഥികളെല്ലാം ഒട്ടിഞ്ഞു നുറുങ്ങാൻ തുടങ്ങും. അല്ലേരിയ. ആമീൻ. അങ്ങനെ അല്ലേരിയ സ്തോത്രം. അങ്ങനെ വിവിധ സന്ദർഭ കൈകാലുകൾ ഒടിയുവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. ആശുപത്രിയിൽ പോകണം. ഓപ്പറേഷൻ വേണ്ടിയത് ഓപ്പറേഷൻ ചെയ്യണം, വെച്ച് കെട്ടേണ്ടത് വെച്ച് കെട്ടണം, മരുന്ന് ചെയ്യേണ്ടത് മരുന്ന് ചെയ്യണം. കൊടിയ വേദനയിലൂടെ മനുഷ്യൻ കടന്നു പോകും. കൊടിയ വേദന. ഉയരത്തിൽ വീണതാണ്, ശരീരം മുഴുവൻ ആമൻ അല്ലെങ്കിൽ ആമൻ മുറിവും ഒട്ടിഞ്ഞു നുറങ്ങി വേദന കൊണ്ട് അനുഭവിക്കുമ്പോൾ ലോകപരമായ ആമൻ വൈദ്യന്മാർ, ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിക്കും വളരെ വേദനയായിരിക്കും. എന്ന് പറഞ്ഞ പോലെയാണ് നാം പാപത്തിൽ വീണ് കഴിഞ്ഞാൽ. ചെറിയ ചെറിയ പാപങ്ങൾ നിന്നെ വേദനിപ്പിക്കും. നീ വീണ്ടും വീണ്ടും അവനെ പ്രോത്സാഹിപ്പിച്ചിട്ട് വലിയ പാപത്തിലേക്ക് പോകരുത്. അത് നിന്നെ തകർക്കും. അങ്ങനെ അല്ലേലൂയ, നിങ്ങൾ ദൈവത്തിൽ കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങളെ ചെറിയ ചെറിയ പാപങ്ങൾ, നിങ്ങളെ ചെറിയ ചെറിയ വേദനകളെല്ലാം നമ്മുടെ പരമവൈദ്യനായിരിക്കുന്ന യേശു സൗഖ്യമാക്കും. നമ്മുടെ പരമവൈദ്യനായിരിക്കുന്ന യേശു നിങ്ങളുടെ ആത്മാവിനെ സൗഖ്യമാക്കി ആമേൻ നിങ്ങളെ വീണ്ടും പുഷ്ടിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതും. അതെ, ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന യേശു കർത്താവ്, ഗിലെയാദിന്റെ സുഗന്ധ തൈലമായിരിക്കുന്ന യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ ഏത് പാപത്തിന്റെ കറകളെയും പാപത്തിന്റെ ആഴങ്ങളെ നീക്കിക്കളഞ്ഞ് നിന്നെ ശുദ്ധീകരിക്കാൻ വീണ്ടും നിനക്ക് നഷ്ടമായ മഹാശക്തിയെ നിന്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരു മഹാശക്തി നിന്നെ തന്നിട്ട് കർത്താവിന് വേണ്ടി നീ ശക്തിയോടെ ശോഭിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനാകട്ടോ. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളാണ്. ഈ വചനം നിന്റെ ജീവിതത്തിനകത്ത് പ്രയോജനപ്പെടണം. പ്രൈസലോ. നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാട്ട് എന്റെ മഹാശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്റെ ബലം കുറഞ്ഞിട്ടുണ്ടോ? എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ശിംശോനെ പോലെ ഞാൻ പാപത്തിൽ വീണിട്ടുണ്ടോ എന്ന് നിങ്ങളിലേക്ക് തന്നെ നോക്കിയിട്ട്, ഹല്ലേലൂയ, എവിടെയെങ്കിലും നിന്റെ ജീവിതത്തിൽ പരാജയമുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായി തൂത്, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആ പരമവൈദ്യനായിരിക്കുന്ന യേശുവിന്റെ പാദപീഠത്തിൽ നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ വിടുവിച്ച് നിന്നെ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ തകർച്ചകളെ മുഴുവൻ മാറ്റുവാൻ, നിന്റെ ഉഴൽച്ചകളെ മുഴുവൻ മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ശിംശോനെ, നീ പാപത്തിൽ വീണ് പോയത് നിന്റെ മഹാശക്തി നഷ്ടപ്പെട്ടു. നീ ലോകത്തിന്റെ ഇച്ഛകളിലേക്ക് പോയത് നീ തകർച്ചയിലേക്ക് പോയി. ഫിലിസ്തീൻ നിന്നെ വന്ന് പിടിച്ച് ചെമ്പുചങ്ങല കൊണ്ട് നിന്നെ ബന്ധിച്ചു. നിന്റെ കണ്ണവർ കുത്തിപ്പൊട്ടിച്ചു. നിന്നെ കാരാഗ്രഹത്തിൽ മാവൊടിക്കുന്ന വേലയിൽ കൊണ്ടാക്കി. നീ അന്ന് അനുതപിച്ചു. നിനക്ക് വീണ്ടും ഞാനൊരു ശക്തിയെ മടക്കി തന്ന് നിന്റെ മറത്ത് നീ ഫിലിസ്തീനെ ഒതുക്കി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ പാപം കുടികൊള്ളുന്നുണ്ടെങ്കിൽ ഇന്ന് പകലത്തിനെ നീ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നീ ദൈവത്തിലേക്ക് വരുന്നെങ്കിൽ ആമേൻ, നിന്റെ ശത്രുവിനെ ഒതുക്കിക്കളയാനുള്ള ഒരു പാരമശക്തി, ഒരു ആത്മശക്തിയെ ദൈവം നിനക്ക് തരും. അതേ, നിങ്ങളുടെ ആത്മാവും പ്രാണനും നിങ്ങളുടെ ശരീരവും യേശുവിനോട് പറ്റിയിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പറ്റിയിരിക്കുമ്പോൾ തീർച്ചയായും കർത്താവ് നിങ്ങളെ ആമേൻ ഉയർത്താൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവന് ഹല്ലേലൂയ അവരോടുകൂടെ യോജിപ്പിച്ചിരിക്കുന്നതിനാൽ അവർക്ക് തന്റെ ബലം ദൈവം നൽകും. അവർ ഒരിക്കലും തളർന്നു പോകില്ല. അപ്പൊ കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവോട് യോജിച്ചിരിക്കുക, ചേർന്നിരിക്കുക, പറ്റിയിരിക്കുക. അവരിലേക്ക് കർത്താവിന്റെ ബലം പകരും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയത്ത് ഒരിക്കൽ ഹല്ലേലൂയ യേശുവിന്റെ അരികിൽ ഒരു കുഷ്ഠരോഗി വന്നു. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗി പറയുന്ന ഒരു കാര്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്.
അപ്പൊ യേശു എന്ത് ചെയ്തു? കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചു. യേശു കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചു. നമ്മളൊക്കെയാണ് ഒരു കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചില്ല, കാരണം പിടിക്കത്തില്ല. കുഷ്ഠരോഗം നമ്മളിലേക്ക് പകരുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കത്തില്ല. എന്നാൽ യേശു എന്താണ് ഈ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചു. യേശു കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് കുഷ്ഠരോഗം പകരുകയല്ല ചെയ്തത്, യേശുവിന്റെ ശക്തി കുഷ്ഠരോഗിയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ യേശുവിന്റെ ശക്തി കുഷ്ഠരോഗിയിലേക്ക് പുറപ്പെട്ടപ്പോൾ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു. യേശുവിന്റെ ശുശ്രൂഷയുടെ മഹാത്മ്യം തിരിച്ചറിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ യേശുവിനോട് ചേർന്നിരുന്നാൽ അവന്റെ ശക്തി നിന്നിലേക്ക് പകരും. അവന്റെ ശക്തി നിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ പാപമാകുന്ന കുഷ്ഠം മുഴുവൻ പൂർണ്ണമായി മാറിപ്പോകും. നീ ശുദ്ധീകരിക്കപ്പെടും, ആത്മശക്തി പ്രാപിക്കുമെന്ന് പറയും. അത് നിനക്ക് കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവനോട് പറ്റിയിരിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തളർന്നു മതി ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. 62-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം വായിക്കും ഇങ്ങനെ കാണുന്നത്: എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. ഇത് തന്നെ 62-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം പറയുന്നു. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുകയില്ല. അതെ, ദൈവത്തോട് ചേർന്ന് പറ്റിയിരുന്ന് നമ്മുടെ ഉള്ളം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. നമ്മുടെ ഉള്ളത്തെ മുഴുവൻ അറിയുന്നവൻ യേശുവാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറം കടിച്ചുയരും. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും അതെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വാഹികരി വചനം കേട്ട് ഏതെങ്കിലും പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കർത്താവോട് ചേർന്നിരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്വഭാവം ജീവിതത്തിലുണ്ട് ഏറ്റു പറയുന്നെങ്കിൽ അത് ആ പാപത്തെ ക്ഷമിച്ച് നിന്നോട് കരുണ കാണിച്ചു വേണ്ടി നിനക്കൊരു മഹാശക്തി തന്ന് നിന്റെ സകല വിഷയങ്ങൾക്ക് മറുപടി തരാൻ യേശു ആഗ്രഹിക്കുക. തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട്, തകർന്നിരിക്കുന്ന ഹൃദയങ്ങളോട് പരിശുദ്ധന്മാർ പറയുവാനുള്ളത്, നിന്റെ കണ്ണുനീരുത്രയ്ക്കുവാൻ അവൻ നിന്റെ അടിയിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ യേശു ആഗ്രഹിക്കുക. നിനക്ക് പുതിയ ശക്തിയെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 140 കോടിയിലധികം ജനത്തിനായി 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രപ്രദേശങ്ങൾ, 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളെ ഓർക്കുകയാണ്. 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന 100 കോടിയധികം ജനത്തിനായി തലമുറകൾ കർത്താവ് എണ്ണത്തിൽപ്പെടാത്തവരെയൊക്കെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിയുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണഭേദാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, അതിവാസികൾ, ട്രൈബൽ മേഖലയിലെ ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ പോലീസിന്റെ വിവിധ സെക്ഷനെ, ജുഡീഷ്യറിയുടെ ഭാഗങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുക. കരിയിൽ, കടലും, ആകാശമാർഗം, വാഹനം ഓടിക്കുക, വാഹനം സെൽസ് ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികൾക്കായി സമുദ്രത്തിലാഴങ്ങൾ മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, ഖനികളിലും കമ്പനികളിലും ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന വലിയ വ്യാപാരി വ്യവസായികളെ, എല്ലാ രംഗത്തും വഴിയോര കച്ചവടക്കാരെ, ക്ഷീരമേഖല ജോലി ചെയ്യുന്ന, കാർഷിക മേഖല ജോലി ചെയ്യുന്നവർ, മോട്ടോർ രംഗത്ത്, മെക്കാനിക്കൽ രംഗത്തായിരിക്കുന്നത്, സഹകരണ മേഖല, പുതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ആരോഗ്യമേഖല, എല്ലാ ബാങ്ക് മേഖലയായിരിക്കുന്നവർക്കായി, കൺസ്ട്രക്ഷൻ രംഗം, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നതിനും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ ഭരണവിരുദ്ധ പാർട്ടികൾക്കായി, മത, സാമൂഹിക, സംസ്കാര സംഘടന, ചരിത്രമാധ്യ, മീഡിയ രംഗം, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ എല്ലാവരും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരം, യുവരത്തിലും, വാർത്തത്തിനും വൃത്തരക്ഷണ, യാചന, തടവറയിലായിരിക്കുന്നവർ, മദ്യത്തിനും മയക്കിനും മനസ്സിലേക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, ലോകത്തിന് ജനികമായ പാപസുഖങ്ങൾ വീടുകിടക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷമില്ലാതെ വിവിധമായ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. ഇവർക്കൊരു മാനസാന്തരം കൊടുത്ത് മടങ്ങി വന്ന ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്ന ഒരു അനുഭവ ജനത്തിന് കൊടുക്കണം. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയി പഠിക്കുന്നവരെ ഓർക്കുന്നു. വിസ നഷ്ടപ്പെട്ട് മടകാരിൽ കഷ്ടം സഹിക്കുന്നവർ, സാലറി കിട്ടാതെ നാട്ടിൽ കടന്നുകൊണ്ട് ഭാരപ്പെടുന്നവർ, അവിടെ മദ്യത്തിന് ഭയങ്കര ലഹരിക്ക് അടിപ്പെട്ടവർ,
ദേശങ്ങളുടെ പീഡനങ്ങളുടെ സൗകര്യമാർ ജയിലിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേശത്ത് കടന്നവർ ആഗ്രഹിക്കുന്ന ജോലിക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലിയുടെ നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, സാമ്പത്തിക കഷ്ടഭാവമില്ലാത്തവർ, തലമുറയില്ലാതെ വിവാഹ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിവിധ പ്രശ്നങ്ങൾ കടന്നു പോകുന്ന എല്ലാവരും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം തകർന്നു, കുടുംബം ചിഹ്നഭിന്നമായി തലമുറയെ കൊണ്ട് കണ്ണുവിനെ അനുഭവിക്കുന്നു, മഹാവ്യാധിയാൽ കടന്നു പോകുന്നവർക്ക് ദൈവരാശ്വാസം മുഴുവൻ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആരും തകർന്നു പോകാതെ ദൈവം എടുത്ത കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യരൂപികളെ, മയക്കുരൂപികളെയൊക്കെ ദൈവം സന്ദർശനം, തീവ്രവാദി, ഭീകരവാദി, വർഗവാദികൾക്ക് ദൈവം മാനസാന്തരം കൊടുക്കാനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദേശത്ത് വിദേശം കർത്താൻ വേലയിലേക്കുന്ന എല്ലാ ദൈവമക്കളെ ദൈവദാസദാസമായ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിക്കുന്നവർക്ക് ഒരു മഹാശക്തി വാർന്ന് വീണ്ടും ഒരു മാനിക്കനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മുഖത്ത് കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.